സ്നേഹാദരണീയരായ സത്യവിശ്വാസികളും സത്യവിശ്വാസികളും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതം കെട്ടിപ്പടുക്കണമേ എന്ന് സ്വന്തത്തോടും എല്ലാ സഹോദരീ സഹോദരന്മാരോടും വസിയത്ത് ചെയ്യാൻ ബോധിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുത്തഖികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ 1-2 ആഴ്ചകളിലായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇസ്ലാമിക സമൂഹവും ആ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും മാലപ്പടക്കങ്ങളെ കുറിച്ചാണ്. ഒളിഞ്ഞും തെളിഞ്ഞും മുസ്ലിങ്ങൾക്കെതിരായിട്ട് നിയമ നിർമ്മാണത്തിലൂടെയോ പ്രഭാഷണങ്ങളിലൂടെയോ തെറ്റായ പ്രചരണങ്ങളുടെയോ പ്രതിരോധിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്ലാമിന്റെ ശത്രുക്കൾ. അത് നമ്മുടെ കൊച്ചു കേരളത്തിൽ മാത്രമല്ല, ലോകാടിസ്ഥാനത്തിൽ തന്നെ നമുക്കത് കാണാൻ കഴിയും. ഈ അടുത്തായിട്ട് പാസ്സായിട്ടുള്ള അമെൻമെന്റ് ഒരുപാട് രാജ്യങ്ങളുടെ പേരെടുത്ത് പറഞ്ഞിട്ട് അവിടെയൊന്നും ഇല്ലാത്ത സുഖങ്ങളും സൗകര്യങ്ങളുമാണ് മുസ്ലിം സമുദായം ഇവിടെ കേരളത്തില്, പ്രത്യേകിച്ചും ഇന്ത്യയില് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള വലിയ വലിയ പ്രഭാഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കൊച്ചിയുടെയും ഞണ്ടിന്റെയും കഥയുണ്ട്. ഒരു കൊച്ചി പറന്ന് പറന്ന് ഒരു കുളത്തിന്റെ അടുത്തെത്തി. ആ കുളത്തിൽ നിറയെ ഞണ്ടുകളായി. ഒരു വേള അത് പതുക്കെ താഴോട്ട് പറന്ന് ഒരു ഞണ്ടിന് പതുക്കെ കൊമ്പില് ഇറക്കിയിട്ട് പറക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. ഒരുപാട് ഞണ്ട് വന്നിട്ട് ഇതിന്റെ കാലിലും ശരീരത്തിനും ഒക്കെ കയറി പിടിച്ചു കളഞ്ഞു. ഞണ്ടിന് മുന്നോട്ട് പോകാൻ സമ്മതിക്കാതെ കൊച്ചി തൽക്കാലം അതിന്റെ ഭക്ഷണങ്ങളെ ഉപേക്ഷിച്ച് പറന്നു പോവുകയാണ്. കുറെ കാലം കഴിഞ്ഞ് നമ്മളൊക്കെ അനുഭവിക്കുന്നത് പോലുള്ള ഒരു വേനൽ, ആ വേനലിന് അതങ്ങനെ വരണ്ട് കൊണ്ടിരിക്കുകയാണ്. വലിയ കഥയാണ്, ചുരുക്കി പറയാം. വറ്റി വരണ്ടുകൊണ്ടിരിക്കുന്ന ആ കുളത്തിലേക്ക് നിശാസുഖം നോക്കിയിട്ട് ഞണ്ടിന്റെ നേതാവ് പറഞ്ഞു, എനിക്കെന്താ ചെയ്യാം, പട്ടിണിയല്ല വരാൻ പോകുന്നത്, ഒരു നല്ല അവസ്ഥയില്ലെങ്കിൽ നമ്മൾ ചത്തുപോകില്ലേ എന്നൊക്കെ ചിന്തിച്ച് അപ്പോഴാണ് പഴയ കൊച്ചി അവിടെ തന്നെ പറന്നു വരുന്നത്. എന്നിട്ട് ഈ നേതാവിന് വളരെ താല്പര്യപൂർവ്വം പോവുകയും സോക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട്. നിങ്ങളുടെ പ്രയാസം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, നമുക്കൊരു പണി ചെയ്യാം. വളരെ ദൂരെ ഒരു വലിയ കുളമുണ്ട്, ആ കുളത്തിൽ നിറയെ മത്സ്യങ്ങളുണ്ട്, നിങ്ങൾക്കുള്ള ഭക്ഷണമുണ്ട്, അതിലിഷ്ടം പോലെ വെള്ളമുണ്ട് എന്നൊക്കെ സൂചിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാനൊന്ന് ആലോചിക്കട്ടെ. ഉടനെ ഞണ്ട് നേരെ പോയിട്ട് പാർലമെന്റ് കൂടിയിട്ട് സഖാക്കളോടൊക്കെ പറഞ്ഞു, ഇതാ ഇങ്ങനെ ഒരു ഓപ്ഷൻ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോ കുറെ ചർച്ച ചെയ്തിട്ട് പറഞ്ഞു, പെട്ടെന്ന് മരിക്കുന്നതിനേക്കാളും നല്ലത് ചിലപ്പോ അയാളുടെ സഹായം സ്വീകരിക്കണം. കൊച്ചിക്ക് ഒരു നിബന്ധനയുണ്ട്, ഒരു ദിവസം ഒരാളെ മാത്രമേ കൊണ്ടുപോകുന്നു, ഫ്ലൈറ്റിൽ അത്ര സ്ഥലമുണ്ട്. അവിടെ പോലും പരിമിതികളെ വെച്ചു, സ്വാതന്ത്ര്യത്തിന് ഘടകവിരുദ്ധമായ നിയമങ്ങൾ വെച്ചു. കൊച്ചി ഇങ്ങനെ ഓരോ ദിവസങ്ങളായിട്ട് കൊണ്ടുപോകുകയാണ്. ഒടുക്കം ഏറ്റവും അവസാനം കൊണ്ടുപോകുന്നത് നേതാവായ ഞണ്ടിനെയാണ്. നേതാവായ ഞണ്ട് അവിടെ പോയി നോക്കുമ്പോൾ കുറെ മുള്ളിന്റെയും കഷ്ണങ്ങളാണ്. എല്ലാത്തിനെയും ശരിയാക്കിയിരിക്കുന്നു നമ്മുടെ കൃഷി. ഇങ്ങനെ ഒരു സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുകയും ഒട്ടും സഹിഷ്ണുതയില്ലാത്ത ഒരു സമൂഹം നമ്മെ ഓരോരുത്തരെയായിട്ട് വലിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ ഒരു സാഹചര്യത്തില് ചില നിയമങ്ങളെ കുറിച്ച് നമ്മൾ കൂടുതൽ പറയേണ്ടി വരും. ഒന്നിലൊതുക്കാതെ കുറച്ച് അധികം പറയേണ്ടി വരും. കാരണം തുടർച്ചയായിട്ടുള്ള പറച്ചിലുകളാണ് മാറ്റങ്ങൾ വരുത്തിയത് എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഒരു പാർലമെന്റേറിയൻ ഒരു രാജ്യത്തിലെ ഒരു കൗമിനെ നോക്കിക്കൊണ്ട് പറയുകയാണ്, ഈജിപ്തിലും
തുനീഷ്യയിലും സൗദി അറേബ്യയിലും പോലും ഇല്ലാത്ത നിയമങ്ങൾ എന്തിനാണ് നമ്മുടെ രാജ്യത്ത് കൊണ്ടു നടക്കുന്നത് എന്ന് അത് പറഞ്ഞപ്പോ എനിക്ക് ചെറിയൊരു അങ്കലാപ്പ് വന്നു. ഇവിടെ ഒന്നും ഇല്ല. പറഞ്ഞ വിദേശത്ത് പോയ 2-3 വർഷത്തെ പരിചയമെങ്കിലും ഉണ്ട്. അവിടെ ഞാൻ കേട്ടിട്ടുമുണ്ട് വിസാറത്ത് ശുറൂഉൽ അമലിയ്യ വദ്ദഅവ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില സംവിധാനങ്ങൾ, വിസാറത്തുൽ ഔഖാഫ് എന്ന് പറഞ്ഞിട്ടുള്ള ചില സംവിധാനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അവിടെ ചില ബോർഡുകളൊക്കെ കണ്ടിട്ടുണ്ട്. എന്നിട്ടും ഇവരെന്താണ് ഇങ്ങനെ പറയുന്നത്? ഇങ്ങനെ പച്ചക്ക് കളവ് പറയുവാൻ ഇവരെ പ്രേരിപ്പിച്ച കാര്യം എന്താണ് എന്ന അന്വേഷണത്തില് നമുക്ക് മനസ്സിലായ കാര്യം പച്ചക്കളവ് മുന്നിൽ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഖുർആന് ഒരു വേള മുസ്ലിങ്ങളുടെ സ്വത്തുക്കളെ കുറിച്ച് കാരിലീൻ എന്ന് പറയുന്നുണ്ട്, കളവ് പറയുന്നവർ. കാഫിറൂൻ എന്ന് പറയുന്നുണ്ട്, മറച്ചു വെക്കുന്നവർ. ഇങ്ങനെ പല അർത്ഥത്തിലും വിശുദ്ധ ഖുർആനിന്റെ ഗുണഗണങ്ങളുമായിട്ട് യോജിച്ചു വരുന്ന ഒരു കൗമ ഇവിടെ വളർന്നു വരുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. ഇന്ത്യയിൽ മാത്രമല്ല, പാകിസ്ഥാനില്, അതുപോലെ തന്നെ ബംഗ്ലാദേശില്, മലേഷ്യയില്, ഇന്തോനേഷ്യയില്, ഇത്തരം ജനാധിപത്യ രാജ്യങ്ങളിൽ പല പേരുകളിലായിട്ട് വഖഫ് സ്വത്തുക്കൾ നിലനിൽക്കുന്നുണ്ട്. അത് പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഇസ്ലാമിക് റിലീജിയസ് കൗൺസിലുകളും മലേഷ്യയില് ഇപ്പോഴുണ്ട്. അതുപോലെ തന്നെ വഖഫ് അഡ്മിനിസ്ട്രേഷൻ ബംഗ്ലാദേശിലുണ്ട്. അതുപോലെ തന്നെ ETPB എന്ന് പറയുന്ന വലിയ പേരുള്ള കാര്യങ്ങൾ പാകിസ്ഥാനിലുണ്ട്. ഇനി നമ്മുടെ ഇന്ത്യയിലെ, നമ്മുടെ ഇസ്ലാമിക രാജ്യങ്ങൾ നമ്മൾ പറയുന്ന രാജ്യങ്ങളിലേക്ക് കടന്നു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. സൗദി അറേബ്യയിലുണ്ട് വിസാറത്ത് ശുറൂഉൽ ഇസ്ലാമിയ്യ വദ്ദഅവ വൽ ഇർഷാദ് എന്ന് പറയുന്ന വലിയ ഒരു സംവിധാനം. ഇവര് പറഞ്ഞത് ഈജിപ്തിലില്ല എന്നാ. ഈജിപ്തിൽ അങ്ങനെ ഒരു സംവിധാനമേ ഇല്ല. ഏതൊരു കൊച്ചുകുട്ടിക്കും ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടും വിസാറത്തുൽ ഔഖാഫ് മിസ്രിയ്യ എന്ന് പേരുള്ളത്. ഈജിപ്തൊന്നുമില്ല, അറബിയിലെ പേരുള്ളത്. മിസ്രിൻ എന്നാണ് അറബിയിൽ ഈജിപ്തിന്റെ പേര്. വളരെ സജീവമായ ഒരു ഡിപ്പാർട്ട്മെന്റ്. അതുപോലെ തന്നെ വഖഫ് സ്വത്തുക്കൾ, ഇമാമുമാർ എന്നിവരെ നിയന്ത്രിക്കുന്നത് ഈജിപ്തിൽ ഈ ഒരു ഘടകമാണ്. ഇതെങ്ങോട്ടുള്ള പോക്കാണ്, എവിടെയും ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്ന് നമുക്ക് പിന്നീട് പറയാം. വിസാറത്തുൽ ഔഖാഫ് സൂരിയ എന്ന് പറഞ്ഞിട്ട് സിറിയയിലും, അതുപോലെ തന്നെ യമനിലും, ജോർദാനിലും, മൊറോക്കോയിലും, അൾജീരിയയിലും, തുനീഷ്യയിലും, കുവൈറ്റിലും, ഖത്തറിലും, ബഹ്റൈനിലും, ഒമാനിലും, അമിറാത്തിലും അഥവാ ഇമാറാത്തിലും, ഇറാഖിലുമുണ്ട്. ഇത് അദ്ദേഹം പറഞ്ഞ അതേ ശൈലിയിൽ ഞാനൊന്ന് പറഞ്ഞത് മാത്രം. ഇവിടെയൊന്നും ഇല്ല എന്ന് പറഞ്ഞല്ലോ, ഇങ്ങനെ എണ്ണിയിട്ടാ പറയുന്നത്. അതിന്റെ പേരുകൾ വേണമെങ്കിൽ നമുക്ക് പറയാം, പക്ഷെ സമയത്തിന്റെ അഭാവം മൂലം ഇതിവിടെ അവസാനിപ്പിക്കും. കുറ്റികൾ കടന്നു വരുന്ന കാലത്ത് അവര് പുതിയ പുതിയ നിയമങ്ങളും സംരക്ഷണങ്ങളും നൽകുന്ന കാലത്ത് ഇവര് പറയുന്ന കാര്യങ്ങൾ കൂടി, മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ കൂടി എന്ത് എന്ന് മനസ്സിലാക്കല് നമ്മുടെ ബാധ്യതയാണ്. അസ്ഹാബുൽ കഹ്ഫിന്റെ കഥ പറയുന്നില്ലേ? അം ഹസിബത അന്ന അസ്ഹാബുൽ കഹ്ഫി വറഖീമി കാനൂ മിൻ ആയാതിനാ അജബ. അല്ലാഹുവിന്റെ വലിയ അത്ഭുതമാണെന്ന് കരുതുന്നുവോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചുകൊണ്ട് ഇത് അതൽ ഫിത്യതു ഇലൽ കഹ്ഫി ഫഖാലു, അവർ പറഞ്ഞിരുന്നത് റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യിഅ ലനാ മിൻ അംരിനാ റശദ. പടച്ച തമ്പുരാനെ, നിന്റെ കാര്യത്തിൽ ഒരു റുശദ് നിങ്ങൾക്ക് എത്തിക്കുന്നത് വരെ, സത്യാസത്യ വിവേചനം നിങ്ങൾക്ക് എത്തിക്കുന്നത് വരെ റഹ്മാനെ നിന്റെ കാര്യം നിങ്ങൾക്ക് ഉണ്ടാവണേ എന്ന. എന്താണ് ആ കഥ എന്ന് ചുരുക്കി പറയാം. ആ നാട്ടിലെ മുഴുവൻ അധർമ്മങ്ങൾ പ്രചരിച്ചിരുന്ന ഒരു കാലത്ത്, രാജ്യത്തിലെ പൗരന്മാർക്ക് തീരെ സ്വാതന്ത്ര്യം നൽകാത്ത ഒരു കാലത്ത്, അഭിപ്രായ സ്വാതന്ത്ര്യം നൽകാത്ത ഒരു കാലത്ത് അക്രമിയായ ഒരു ഭരണാധികാരിയെ പേടിച്ചുകൊണ്ട് അവര് ഗുഹാമുഖത്തിലേക്ക് നടന്നു നീങ്ങുകയാണ്. അവിടെ അവര് താമസിച്ചു കൊണ്ടിരിക്കുന്നത് ആരും അറിയില്ല. അവരുടെ കൂടെ കൂടി ഒരു പട്ടിയല്ലാതെ, പട്ടി എന്ന് പറഞ്ഞ തെറി പറഞ്ഞല്ല, ഒരു പട്ടി എന്ന മൃഗം അവരുടെ കൂടെ ഉണ്ട്. ഇതല്ലാതെ അറിയില്ല. ഒരുപാട് കാലത്തിന് ശേഷവും ഇവർക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഉറക്കുകയാണ്. ഉണർന്ന് എഴുന്നേറ്റ സമയത്ത് സംസ്കാരം മാറിയിട്ടുണ്ട്. അപ്പോ അവരോട് ചോദിക്കൊണ്ട് എത്ര ദിവസം ഉറങ്ങി? യോമന്നോ ബാബയോ, കുറച്ച് ദിവസം ഉറങ്ങി. അല്ല എന്ന് പറഞ്ഞിട്ട് 3 പേര് തർക്കമായി. ഒരാളെ നാണയം കൊണ്ട് പറഞ്ഞേക്കുകയാണ് ടൗണിലേക്ക്, അങ്ങാടിയിലേക്ക് പറഞ്ഞയച്ച സമയത്ത് ഇതേത് കാലത്താ ചങ്ങായി എന്ന് ചോദിച്ചിട്ട് ഇവരെ പരിഹസിക്കുന്ന അവസ്ഥ. അപ്പൊ കാലവും ദേശവും സംസ്കാരവും അവിടെ മാറി. ഇവരുടെ ഒരു ഉറക്കത്തിൽ അല്ലെങ്കിൽ ഒരു നൂറ്റാണ്ടിന്റെ ഇടക്ക് ഇത്രയേയുള്ളൂ സമയം. ഒരു മുസ്ലിം ഉമ്മത്ത് വിചാരിച്ചാൽ ഒരു നൂറ്റാണ്ടിന്റെ ഇടക്ക് തന്നെ ഒരു വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും.
വഖഫ് എന്ന് പറയുന്നത് തന്നെ ദേശവിരുദ്ധമാണ്. മുസ്ലിങ്ങളാണ് നിങ്ങൾ അനുഭവിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും മറ്റു രാജ്യങ്ങളെക്കാൾ സുഖകരമാണ് ഇന്ത്യയിൽ എന്ന് പറയുന്ന ഒരു കൗമ നമ്മളോട് പറയുകയാണ് ദേശവിരുദ്ധമായ കാര്യങ്ങൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന്. നമ്മുടെ നാടിന്റെ നിയമങ്ങൾ അനുസരിക്കുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ അനുസരിക്കുന്നത് എന്ന് ഈ കൗമിന് അറിയില്ല. ഹബ്ബുൽ വതൻ, സ്വന്തം രാജ്യത്തെ സ്നേഹിക്കാത്തവൻ റസൂലിനെ സ്നേഹിക്കുകയോ അള്ളാഹുവിനെ സ്നേഹിക്കുകയോ ചെയ്യുന്നവനല്ല എന്ന് പറഞ്ഞ ഒരു മതപ്രത്യയ ശാസ്ത്രത്തിൽ നിന്നാണ് ഇത്തരം ഒരു ആരോപണം വരുന്നത്. ഇരിക്കട്ടെ, അതിന്റെ ഭൗതികമായ കാര്യം നോക്കുക. നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് സ്വതന്ത്ര ഇന്ത്യ ആകുന്നതിന്റെ മുമ്പ് തന്നെ എഴുതിക്കപ്പെട്ട ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയുള്ള കാര്യങ്ങൾ ഓരോ ജനതയുടെയും അവകാശങ്ങളെ കുറിച്ച് പറയുന്നതാണ്. ഓരോ വ്യക്തിയുടെയും അവകാശങ്ങളെ കുറിച്ച്, അവന്റെ സമ്പത്തുകൾ എങ്ങനെ സമ്പാദിക്കാം, എവിടെ കൊണ്ടുവെക്കാം, അവൻ എങ്ങനെ ട്രസ്റ്റ് രൂപീകരിക്കാം, ആ ട്രസ്റ്റിന്റെ സമ്പാദ്യം എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള വ്യക്തി സ്വാതന്ത്ര്യത്തെ പോലും പരിഗണിക്കാതെയാണ് ഇത്തരം ബില്ലുകൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. നമുക്ക് ഓർമ്മയുണ്ടാകും ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ടുള്ള കേസ്. ആദ്യം എന്ത് രസമായിരുന്നു. ജനാധിപത്യ സംവിധാനങ്ങളിലെ വിവിധ ജനാധിപത്യ പാർട്ടികളൊക്കെ മുസ്ലിം കൗമിന് വേണ്ടിയിട്ട് ആ തട്ടഹസിച്ച് കരയുന്ന കാലം. കോടതിയും ഇതാ കിട്ടിപ്പോയി, തിരിച്ച് മുസ്ലിമൊക്കെ തന്നെ ഏൽപ്പിക്കും എന്ന തരത്തിലുള്ള ഒരു അനുഭൂതി ഉണ്ടാക്കിയ കാലം. പിന്നീട് നിയമങ്ങൾ മാറി, വക്കീല് മാറി. അവസാനം ഈ സമൂഹത്തെ ദുഃഖിപ്പിച്ചുകൊണ്ട് ആ വാർത്ത പുറത്തു വന്നു, അവിടെ ക്ഷേത്രം തന്നെ പണിയണമെന്ന്, നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റൊരിടത്താവാമെന്ന്. ഇത് ജനാധിപത്യത്തിന്റെ ചില ഷോപ്പിംഗ് മാത്രമാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. 995 നമ്മുടെ ഭരണഘടനയുടെ കീഴിലുണ്ടാക്കിയ ദ വഖഫ് ആക്ട് എന്ന് പറയുന്ന നിയമമാണ് ഇപ്പോഴും നമ്മൾക്ക് പരിപാലിച്ചു പോകുന്നത്. ഒരു സമൂഹത്തെ ദേശവിരുദ്ധരെന്ന് പറയുന്ന സന്ദർഭത്തിൽ ആ സമൂഹത്തോട് എന്ത് സമീപനമാണ് ഇവർ നടത്തിയത് എന്ന് പരിശോധിച്ചാൽ നമുക്ക് കുറെ കാര്യങ്ങൾ ഇനിയും വ്യക്തമാക്കാനുണ്ട്. അതിലൊന്നാണ് വഖഫുമായി ബന്ധപ്പെട്ട സ്വത്തുക്കൾ ഒരു പ്രശ്നമായി. അതിന് അധിനിവേശം ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ കുറച്ച് ആളുകൾ അത് എന്റേതാണെന്ന് പറഞ്ഞിട്ട് വർഷങ്ങളായിട്ട് അവർ താമസിക്കുന്നുണ്ട്. നമ്മുടെ സമീപ പ്രദേശത്തുള്ള കാസർഗോഡ് ജില്ലയിൽ പോയി നോക്കിയാൽ വലിയൊരു മസ്ജിദുണ്ട്, വർഷങ്ങൾക്ക് പഴക്കമുള്ള ഒരു മസ്ജിദ്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് സന്ദർശിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. അതിന്റെ തൊട്ട് മുമ്പിലായിട്ട് വലിയ മൈതാനമാണ്. ഇതിനാ നാട്ടിലുള്ള ഏത് കുട്ടിയും കളിക്കാം, മുസ്ലിം എന്നോ ക്രിസ്ത്യാനിയെന്നോ ആരുമില്ല. ആ ഗ്രൗണ്ട് സമൂഹത്തിന് വേണ്ടിയിട്ട് വഖഫ് ചെയ്തതാണ്. തൊട്ടടുത്ത് വിശാലമായിട്ടുള്ള ഖബറിസ്ഥാനം, വിശാലമായ ഖബറിസ്ഥാനം. 1000-1500 വീടുകൾക്ക് എത്ര ഖബറിസ്ഥാനം വേണം, അത്രയും വിശാലമായ ഖബറിസ്ഥാനമാണ്. അതിന്റെ അടുത്ത് തന്നെ ദറസുകളും വലിയ പള്ളിക്കൂടങ്ങളും മസ്ജിദുകളും. തൊട്ടടുത്തായിട്ട് ഒരു 5 സെന്റിൽ ഒരു പാവപ്പെട്ട മനുഷ്യൻ താമസിക്കുന്നു. അയാളോട് ഞാൻ വെറുതെ തമാശക്ക് പലതും ചോദിച്ച സമയത്ത് അയാൾ പറഞ്ഞു, ഇത് എനിക്ക് ഈദിന്റെ മുതലാളി, അങ്ങനെ പള്ളിയുടെയും അതുപോലെ തന്നെ ഒക്കെ വഖഫ് ചെയ്ത ആള് എനിക്ക് താമസിക്കാൻ തന്നതാണെന്ന്. നോക്കൂ എത്ര സുന്ദരമായിട്ടാണ് ഒരു വ്യക്തിയെയും ഒരു സമൂഹത്തെയും ഒരു സമൂഹത്തിന്റെ വിവിധ ഭാഗത്തുള്ള സ്ത്രീയെയും പുരുഷനെയും കുട്ടിയെയും വഖഫ് സംരക്ഷിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ഇനി വഖഫുമായി ബന്ധപ്പെട്ട് നമുക്ക് ചില ചിന്തകൾ പറയുവാനുണ്ട്. എന്റെ ഒരു പ്രോപ്പർട്ടി ഒരാളെ മോഷണം ചെയ്തു അല്ലെങ്കിൽ അവിടെ എന്റേതാണെന്ന് പറഞ്ഞ് കേസ് കൊടുക്കുമെന്ന് വിചാരിക്കാം. അപ്പൊ കേസ് കൊടുത്ത ആള് ഒന്ന് തെളിയിക്കൊന്നും വേണ്ട, പിന്നെ എന്താണെന്ന് ഞാനാ തെളിയിക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകൾ വിവിധ സംസ്ഥാനത്ത് ഇന്നുണ്ട്. അതും ഇന്നു മുതൽ ഒരുപാട് മുമ്പുള്ളതൊന്നല്ല. പുതിയ ഫാഷിസ്റ്റ് ഭരണകൂടങ്ങള് അവരുടെ ഭരണം ആരംഭിച്ചത് മുതൽ കേസുകളാണ്, ഗുരുവാരുകളാണ്. ഇങ്ങനെയുള്ള കേസുകൾ കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു സമൂഹത്തെ അങ്ങ് ഉദ്ധരിച്ചു കളയാമെന്ന് പറഞ്ഞിട്ട് പുതിയ അമൻമെന്റുകൾ കൊണ്ടുവരുമ്പോ
ആ കുറ്റിയുടെ കുതന്ത്രമാണെന്ന് തിരിച്ചറിയുവാനുള്ള സാമൂഹ്യ ബോധം നമുക്കുണ്ടാവേണ്ടതുണ്ട്. ഇനി എന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധമാണ് എന്നാണ്. ഒരുപാട് നാടുകൾ, നമ്മുടെ സംസ്ഥാനങ്ങളിൽ കേസുണ്ട് എന്ന് പറയുന്നു. അതിന്റെ ചില ഉദാഹരണങ്ങൾ മാത്രം പറയാം. എന്തിനെന്ന് ചോദിച്ചാൽ നമ്മൾ ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ടതുകൊണ്ടാണ്. കാരണം ഇത് നമ്മുടെ അസ്തിത്വത്തെ തന്നെ കവർന്നെടുക്കുന്ന കാര്യമായതുകൊണ്ട് പറയുന്നു എന്ന് മാത്രമേ. 2019 ഉത്തർപ്രദേശിലെ കേസുകൾ നിലനിൽക്കുന്നു. ഇതിന് നമ്മുടെ കൊച്ചു കേരളത്തിൽ 2016 മുതൽ കേസുകൾ നിലനിൽക്കുന്നു. അതുപോലെ തന്നെ 2015 മുതൽ മഹാരാഷ്ട്രയിലും 2018 മുതൽ തമിഴ്നാട്ടിലും 2010 മുതൽ ബീഹാറിലും ഗുജറാത്തിലും കർണാടകയിലും ജമ്മു കാശ്മീരിലും വരെ കേസുകൾ നിലനിൽക്കുന്നുണ്ട് വഖഫും മസ്ജിദുകളുമായി. ജമ്മു കാശ്മീർ എന്ന് പറയുന്നത് സ്വതന്ത്രമായ അധികാരമുള്ള ഒരു നാടായിരുന്നു. ഇപ്പോ അതല്ലല്ലോ. എന്താ കാര്യം? അവിടുത്തെ ജനസംഖ്യയുടെ പരിശോധിച്ചിട്ടുണ്ടോ? 99.99% മുസ്ലിങ്ങളായിട്ടുള്ള ഒരു നാട്ടിൽ ചെന്നിട്ട് അതൊന്ന് സ്വതന്ത്രമാക്കുമ്പോൾ, അതിനെ മാത്രം സ്വതന്ത്രമാക്കുമ്പോൾ അതിന്റെ പിന്നിലുള്ള സ്വാതന്ത്ര്യ പോരാട്ടമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രിയമുള്ളവരെ, ഈ തർക്കങ്ങളൊന്നും ഇന്നും ഇന്നലെയും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുതിയ സംവിധാനം വന്നപ്പോൾ തുടങ്ങിയതല്ല. ഞാൻ മുമ്പ് കഴിഞ്ഞ പൊതുവിലത് പറഞ്ഞിരുന്നു. സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട്, വഖഫ് തർക്കവുമായി ബന്ധപ്പെട്ടിട്ട് വലിയ വലിയ സമരങ്ങൾക്ക് ബ്രിട്ടീഷ് ഇന്ത്യ പോലും സാക്ഷ്യം വഹിച്ചിരുന്നു ഞാൻ സൂചന നൽകിയിരുന്നു കഴിഞ്ഞതിൽ. എന്താണ് അവർ വിചാരിച്ചത്? ഫാമിലിക്ക് കൊടുക്കേണ്ട ഒരു സാധനം, ഒരു സ്വത്ത്, ഒരു സൊസൈറ്റിക്ക് കൊടുക്കൽ ഹറാമാണ്. അവരുടെ നിയമത്തിലത് ഹറാമാണ്. ക്രിസ്തീയ നിയമത്തിലത് ഹറാമാണ്. അതുകൊണ്ട് ഒരു ഫാമിലിക്ക് അനുഭവിക്കേണ്ട ഒരു കാര്യം ഒരു സൊസൈറ്റിക്ക് കൊടുക്കുക, ട്രസ്റ്റിന് കൊടുക്കുക എന്ന് പറയുന്ന കാര്യമേ അവരങ്ങ് നിരോധിച്ചു. അതിനുള്ള തെളിവെന്താണെന്ന് ചോദിച്ചാൽ 1913 ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഒരു ആക്ട് കൊണ്ടുവരേണ്ടി വന്നിരുന്നു എന്ന് പറയേണ്ടി. കാരണം മുസ്ലിം സമൂഹത്തിന്റെയും പണ്ഡിതന്മാരുടെയും എന്ന് മാത്രമല്ല മുസ്ലിം വ്യക്തി നിയമത്തിന് അതിജീവനയും സാമ്പത്തികവും നൽകുവാൻ വേണ്ടിയിട്ട് അന്യ ജാതിയിലും മതത്തിലുമുള്ള ആളുകൾ പോലും ഈ ഒരു പ്രതിഷേധങ്ങൾക്കും സമരങ്ങൾക്കും മുസ്ലിങ്ങളോടൊപ്പം നിന്നു എന്ന് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ചരിത്രം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ഖിലാഫത്ത് പ്രസ്ഥാനവും മലബാർ കലാപവും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് വന്ന് കയറുന്ന കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ തൊട്ടടുത്തുള്ള JDP ഇസ്ലാം, അവിടെ എങ്ങനെയാണ് എത്തിയാനി ഉണ്ടായത് എന്നൊരു ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. അതും ഒരു വഖഫ് സ്വത്തായിട്ട് നൽകിയതാണ്. എന്തിനാ നൽകിയത്? വെറുതിനല്ല. ഒരുപാട് യത്തീമുകളൊന്നുണ്ടായി. സ്വാഭാവികമായിട്ടും കലാപങ്ങളും സംഘർഷങ്ങളും സമരങ്ങളും സ്വാതന്ത്ര്യ വിമോചന പോരാട്ടങ്ങൾ നടക്കുമ്പോൾ അവിടെ കുറെ വിധവകളുണ്ടാകും, കുറെ മക്കൾക്ക് ഉപ്പമാരില്ലാതാകും. അങ്ങനെയുള്ള മക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് JDP എന്ന് പറയുന്ന ഒരു മഹാപ്രസ്ഥാനം കേരളത്തിൽ ഉയർന്നു വരുന്നത്. ഇങ്ങനെ ഓരോ വഖഫ് പ്രസ്ഥാനങ്ങൾക്കും പിന്നില് നമ്മളെ ചുഴിഞ്ഞ് അന്വേഷിക്കുന്ന സമയത്ത് വളരെ വലിയ ഒരു ചരിത്രം നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി നമ്മൾ വിചാരിക്കുന്നത് ഇത് ഏതോ ഒരു പാർലമെന്റിലോ അല്ലെങ്കിൽ ഏതോ ഒരു നാട്ടിലോ ചുട്ടെടുത്ത ചില പദ്ധതികളാണ് എന്ന് നമ്മൾ വിചാരിക്കണത്തില്ല. ചുട്ടെടുത്ത അപ്പങ്ങളാണ് എന്ന് വിചാരിക്കണത്തില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം എങ്ങനെയാണോ യഹൂദന്മാരെ കൈക്കലാക്കിയത് അതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അറബികളുടെ നാടായിരുന്ന ഇസ്രായേൽ അവിടത്തേക്ക് കുറച്ച് ആളുകൾക്ക് അഭയം കൊടുക്കുകയാണ്. നമുക്ക് നാട്ടില്ല എന്ന് പറഞ്ഞിട്ട് പല നാട്ടിൽ നിന്നും മാറ്റി ഓടിച്ച ഒരു പൗരന് മുസ്ലിങ്ങൾ അഭയം കൊടുക്കുകയാണ്. കുറച്ചു കാലം കഴിഞ്ഞ് വഖഫായിട്ട് ഈ ആളുകൾക്ക് പോലും കിട്ടിയിട്ടുണ്ട്. കാരണം അതിന്റെ ഒരു രസകരമായ കാര്യം, യഹൂദന്മാർക്ക് പോലും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വഖഫ് സ്വത്ത് നീക്കിവെച്ചതായിട്ട് ഇസ്രായേലിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം എന്താ സംഭവിച്ചത്? ഓരോന്നോരോന്നരായിട്ട് ഇവരുടെ ആ ദയാദാക്ഷിണ്യമുണ്ടല്ലോ, അറബികളുടെ ദയാദാക്ഷിണ്യം കൊണ്ട് ഓരോന്നോരോന്നായിട്ട് നഷ്ടപ്പെടാൻ തുടങ്ങി. ഒരു അറബി ഒരു കാട്ടില് ഒരു മരുഭൂമിയിലൂടെ നടക്കുകയാണ്. കൂടെ ഒട്ടകമുണ്ട്. കടുത്ത തണുപ്പ് വന്ന സമയത്ത് തൽക്കാലം ഒരു ടെന്റില് കെട്ടിയിട്ട് അവിടെ കിടന്നുറങ്ങുകയാണ് അറബി. ഒരു ഒട്ടകം ചോദിച്ച് എന്റെ കാലൊന്ന് പതുക്കെ അങ്ങോട്ട് വെച്ചോട്ടെ. വെച്ചോ, കാലല്ലേ, കുഴപ്പമില്ല.
കുറച്ചുകൂടി കഴിഞ്ഞപ്പോ വല്ലാതെ തണുക്കുന്നു, കടുത്തു വെക്കട്ടെ. അങ്ങനെ ഒടുക്കം വെച്ച് അറബിയെ പുറന്തള്ളുകയും അവിടെ ഒട്ടകം കയറി കിടക്കുകയും ചെയ്തൊരു തമാശക്ക് പറയുന്നൊരു കഥയുണ്ട്. ആ കഥയെ അന്വർത്ഥമാക്കുന്ന വിധം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം നമ്മുടെ മുമ്പിൽ തുറന്നു നിൽക്കുകയാണ്. അവിടെയുള്ള വഖഫ് സ്വത്തുക്കളെയാണ് ആദ്യം അവരെ പിടികൂടിയത് എന്ന് മാത്രമല്ല, അത് സ്റ്റേറ്റിലേക്ക് ചേർക്കപ്പെടുകയും ചെയ്യുന്ന കഥ, ചരിത്രം, സംഭവങ്ങള് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇത് കേരളത്തിൽ നിന്ന് ചുറ്റെടുക്കുന്ന ഒരു ഒപ്പമല്ല, മറിച്ച് ആഗോള തലത്തിൽ തന്നെ മുസ്ലിം സമൂഹത്തിനെയും സമുദായത്തിനെയും പുറന്തള്ളുവാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു കാര്യങ്ങൾ നിർമ്മിച്ചെടുക്കലാണ്, ഒരു സാഹചര്യം നിർമ്മിച്ചെടുക്കലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അബൂ സുഫിയാൻ ഒരു തന്ത്രമുണ്ട്, നമ്മളെ മുമ്പ് പറഞ്ഞതാണ്, പതറിയില്ല. അബൂ സുഫിയാന് മക്കയിലേക്ക് ആളയച്ചു, ഇങ്ങനെ നമ്മുടെ ഇതൊക്കെ കൊള്ളയടിക്കാൻ പോകുന്നുണ്ട് എന്ന്. ആ പോകുന്ന സമയത്ത് അബൂ സുഫിയാൻ സുരക്ഷിതമായിട്ട് ആ മേഖല കടന്നു ചെന്ന സമയത്ത് വീണ്ടും അയക്കുന്നുണ്ട്, ദൂതന് വരണ്ട. പക്ഷെ നിർഭാഗ്യവശാൽ അത് അവർ സമ്മതിച്ചില്ല. അതിന്റെ വിശുദ്ധമായ സംഗതികൾ നമ്മൾ മുമ്പ് പറഞ്ഞതുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. ഇങ്ങനെ ഇടക്കിടക്ക് പോയി നോക്കുന്ന ആളുകളായിട്ട് ഇടക്കിടക്ക് ഓരോ നിയമം ഇട്ടിട്ട് ഈ സമുദായം റെഡിയായിട്ടുണ്ടോ, അല്ലെങ്കിൽ മറ്റുള്ള അന്യ സമുദായവും ഈ ഒരു തീവ്ര മനോഭാവത്തിലേക്ക് വരുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുവാനുള്ള ടെസ്റ്റ് ഡോസുകൾ മാത്രമാണ് ഇത്തരം നിയമങ്ങളെന്നും മനസ്സിലാക്കാൻ സാധിക്കും. കറണ്ട് പോയാൽ നമ്മൾ അങ്ങോട്ടേക്ക് നോക്കും, അവിടെ കറണ്ടുണ്ടോ, നാടൻ ഭാഷയിൽ അവിടെ കറണ്ടില്ല, സമാധാനമായി. അവിടെ കറണ്ടില്ല, നമ്മൾ അവിടെ ഇരുന്ന് കട്ടനൊക്കെ താക്കിയിട്ട് കറണ്ട് വരുമായിരിക്കും, നമ്മൾ കിടന്നുറങ്ങി. കുറച്ചുകൂടി കഴിഞ്ഞ് കറണ്ട് പിന്നെയും പോയി. അപ്പുറത്ത് കറണ്ടുണ്ട്, ഇൻവെർട്ടറായിരിക്കും. ഇപ്പുറം നോക്കിയേക്കാം, അവിടെ കറണ്ടില്ലല്ലോ, അപ്പൊ എന്തോ പ്രശ്നമുണ്ടോ? ഇതുപോലെയാണ് പുതിയ ഓരോ നിയമങ്ങൾ വരുമ്പോൾ നമ്മുടെ അവസ്ഥ. ലവ് ജിഹാദ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യം കേട്ടോ. അപ്പൊ കട്ടനിട്ട് നമ്മളൊന്ന് നോക്കി, അപ്പുറമുള്ളവർ ആരെങ്കിലും പ്രതികരിക്കുന്നുണ്ടോ, അവിടെ കറണ്ടുണ്ടോ? പ്രതികരിക്കുന്നില്ല. പതുക്കെ നമ്മളെ കട്ടണം കൂട്ടി ഇപ്പുറം തുറന്നു നോക്കി. അപ്പോഴും ചില ആളുകളൊക്കെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുന്നുണ്ട്, ചില പ്രസ്താവനകൾ വരുന്നുണ്ട്. ശരി, നമുക്കും പ്രസ്താവനകൾ ഇറക്കാം എന്ന് പറഞ്ഞിട്ട് പുതിയ പ്രസ്താവനകൾ വരുന്ന അവസ്ഥ. ഇങ്ങനെ ഓരോ അമെന്റ്മെന്റുകളും മുന്നിൽ. മുത്തലാഖിന്റെ ബില്ല്, 3 തലാഖും ഒരുമിച്ചിട്ടില്ല, അതാണ് മുത്തലാഖ്. അങ്ങനെ സംഭവം ഉണ്ടോ എന്ന് തന്നെ വേറെ വിഷയം. 3 തലാഖ് ഒരുമിച്ചില്ലെന്നൊരു സംഭവം തന്നെ അല്ല. ദേഷ്യം പിടിക്കുന്ന സമയത്ത് തലാഖ് തന്നെ പാടില്ല, അത് വേറെ വിഷയം. ഒരാളിങ്ങനെ ഈ തൊലാഖിന്റെ നിയമങ്ങളെ നോക്കിയാൽ ഇതൊക്കെ യോജിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, തൊലാഖ് എന്ന സംഭവം നടക്കില്ല. കാരണം പെണ്ണിന് അവരുടെ രക്തവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പറ്റില്ല, ഒരാഴ്ച കാത്തിക്കണം. ഭയങ്കര ദേഷ്യം നിൽക്കുന്ന സമയത്ത് ഞാൻ നിന്ന തൊലാഖ് എന്ന് ഒരാൾ പറഞ്ഞാൽ അത് നടക്കില്ല. കാരണം അതൊന്ന് തണുക്കണം. ഈ തണുത്താൽ തന്നെ ഒരു നിശ്ചിത ദിവസം നിന്റെ വീട്ടിൽ തന്നെ നിൽക്കണം, എന്നിട്ട് അവിടെ ഒരു ബന്ധവും നടക്കാതിരിക്കണം. ഓക്കെ, ഇങ്ങനെയൊക്കെ ഒന്ന് മനസ്സിലാവും. അങ്ങനെ ആകുന്ന സമയത്ത് ഒരു തൊലാഖ് എന്ന് പറയുന്ന ഒരു സംഭവമേ നടക്കില്ല എന്നത് വേറെ പഠിക്കേണ്ട വിഷയമാണ്. ഇങ്ങനെ മുത്തലാഖിൽ നിയമം വന്ന സമയത്ത് അതിപ്പോ വലിയ വിഷയമല്ലല്ലോ എന്ന് കരുതി നമ്മൾ നിന്നു. പക്ഷെ കുറെ കാലം കഴിഞ്ഞ് അമെന്റ്മെന്റ് ആയപ്പോ പറഞ്ഞു, വിചാരിച്ചു, നടന്നു. നാട്ടില് പല കേസുകളും വന്നു. എന്റെ ഓന്ന് എന്നെ തൊലാഖ് ചെല്ലി, മുത്തലാഖ് ചെല്ലി എന്ന് പറഞ്ഞിട്ട് പെൺകുട്ടികളെ കേസ് കൊടുക്കാൻ തുടങ്ങി. ജയിലിൽ കിടക്കണം. മറ്റൊരു സമുദായത്തിനും ഇല്ലാത്ത നയം. ഹിന്ദു സഹോദരങ്ങളോ ക്രിസ്ത്യൻ സഹോദരങ്ങളോ നിനക്ക് ഞാൻ വേണ്ടതില്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് നിവേശിച്ചു പോകുന്ന ഈ വൈവാഹിക ബന്ധങ്ങൾ അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. അത് കേസും കൊടുത്ത് വീട്ടിൽ പോകാം. ഇത് ഇവിടെ കേസ് കൊടുത്ത് പുരുഷനെ അങ്ങ് ജയിലിലേക്ക് അടക്കാം. നല്ല നയമല്ലേ? ഇവര് പറയുന്നത് സമത്വപൂർണമായ ഒരു അന്തരീക്ഷത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ പണിയെടുക്കുന്നു. മുസ്ലിങ്ങളുടെ സമത്വപൂർണമായ ഒരു അന്തരീക്ഷത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ പണിയെടുക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് പറയാൻ നമുക്ക് കഴിയുന്നുണ്ടോ? കുട്ടിയുടെ ബുദ്ധിയല്ലേ അവിടെ കിടക്കുന്നത്? ഓരോരുത്തരെയായിട്ട് തൂക്കിയെടുത്ത് ഉടുക്കും തന്റെ ഭക്ഷണവും പാചകവും റെഡിയാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫാസിസ്റ്റ് തന്ത്രത്തെ നമ്മൾ തിരിച്ചറിയേണ്ടതില്ല. നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് പള്ളികൾ കൃത്യമായിട്ടുള്ള തർക്ക പ്രശ്നങ്ങൾ കൊണ്ട് അവിടെ കിടക്കുകയാണ്.
അതിന്റെ സർവേ പൂർത്തീകരിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. അതിന്റെ ഡോക്യുമെന്റുകളെ കൃത്യമാക്കാത്ത ഒരു സാഹചര്യമുണ്ട്. ഇതിനൊന്നും അവസരവും സമയവും കൊടുക്കാതെ 913 മുതൽ 2025 വരെയുള്ള കേസുകളെ ന്യായീകരിക്കുവാനും ആ കേസുകളുടെ വിജയിച്ചെടുക്കുവാനും ആ ഭൂമിയെ പിടിച്ചെടുക്കുവാനും വേണ്ടിയിട്ടുള്ള പുതിയ പുതിയ നിയമങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഒരു ചെറിയ മോഡലല്ല, ഇതൊരു ഇസ്രായേൽ മോഡലാണ് എന്ന് മനസ്സിലാക്കാൻ ഒരു പ്രയാസവുമില്ല. ഒടുക്കം ഒരു പ്രത്യേക കോർണറിലേക്ക് മാറ്റിയിട്ട്, അതാണല്ലോ CA എന്ന് പറയുന്നത്, പ്രത്യേക ജയിലുകൾ തള്ള കുറച്ചു കാലത്തേക്ക് ഡോക്യുമെന്റ് റെഡിയാക്കിയിട്ട് വന്നാൽ മതി. ജനന സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഒരാൾക്ക് നാട്ടില് ജീവിക്കണ്ട, അയാൾ ഈ നാട്ടിൽ ജീവിച്ചതിനകത്ത് എന്താ തെളിവ്? ഇങ്ങനെ ചരിത്രത്തെ നോക്കിയാൽ എങ്ങനെയാണ് മനസ്സിലാക്കുക കാര്യങ്ങൾ? ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, 1000-1500 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ രജിസ്ട്രേഷൻ ഓഫീസുകളുണ്ടോ? രജിസ്ട്രേഷൻ ഓഫീസുകളില്ലല്ലോ. സ്വാഭാവികമായിട്ടും അതൊരു ഡോക്യുമെന്റ് ആയിട്ട് ഉണ്ടാവുകയില്ല. ഈ വലിയ ഒരു അമെൻമെന്റ് നമ്മളെ മുമ്പിൽ വെച്ച് എടുക്കുന്ന സമയത്ത് ചെറിയ ഒരു നിയമം രജിസ്ട്രേഷൻ ഓഫീസിൽ പാസ്സായത് നമ്മളതിനെ അറിയില്ല. എന്താ കാര്യം? എന്റെ സ്വത്തുക്കൾ ഞാൻ പള്ളിക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. അപേക്ഷ കൊടുത്തു. പള്ളി കമ്മിറ്റികളൊക്കെ റെഡിയായി, എന്റെ ആധാറും മറ്റു രേഖകളൊക്കെ റെഡിയായിട്ട് നിൽക്കുന്ന സമയത്ത് രജിസ്ട്രേഷൻ ഓഫീസിൽ നിന്ന് ഒരു വർത്താനം, നിങ്ങളുടെ മക്കളെ എടുക്കണം. അതെന്തിനാ? ഞാൻ ജീവിച്ചിരിക്കുക എന്റെ സ്വത്ത് ഇങ്ങനെ കൈമാറുന്നത് എന്തിനാ മക്കൾ? ഇപ്പൊ പുതിയ നിയമമുണ്ട്. അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോവാ, നിങ്ങൾക്ക് പള്ളി നൽകാൻ സ്ഥലം നിങ്ങൾ തരാം, അതല്ലെങ്കിൽ ട്രസ്റ്റ് രൂപീകരിക്കാനുള്ള സ്ഥലം ഞങ്ങൾക്ക് തരാം. ഇങ്ങനെ അനന്തരാവകാശികളുടെ സമ്മതമില്ലാതെ സ്വന്തം ഉപ്പയുടെ സ്വത്ത് കൈകാര്യം ചെയ്യാത്തൊരവസ്ഥ അതിനിടക്ക് വേറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാരണം എന്താ പറയുക, ഈ വലിയൊരു സംഭവം നടക്കുന്ന സമയത്ത് നാട്ടിൽ ഇങ്ങനെ ആളുകൾ ചെറിയ ചെറിയ സംരംഭങ്ങൾക്ക് കൊടുക്കാൻ തുടങ്ങും. സ്വാഭാവികം അത് തടയണം. ഇത്തരത്തില് ഒരു വ്യക്തി തന്റെ സ്വത്തിനെ കൊടുക്കുന്നത് മുതൽ ഒരു കുടുംബം തന്റെ സ്വത്ത് ഒരു സൊസൈറ്റിക്ക് കൊടുക്കുന്നത് വരെ വിലക്കുന്ന വലിയ വലിയ കുതന്ത്രങ്ങള് നടക്കുന്ന ഒരു കാലത്ത് 5 വർഷം പ്രാക്ടീസിങ് മുസ്ലിമായിരിക്കണം. ഇന്ന് പള്ളിയിൽ വന്ന് എത്ര കിട്ടും ആലോചിച്ചു? 5 വർഷം ഒരു വക്ത് പോലും പള്ളിയിൽ നിന്ന് നമസ്കാരം വിട്ടുപോയതിനോ സക്കാത്ത് കൊടുക്കാത്തവനോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും നിയമങ്ങളുള്ളത്. ഹജ്ജ് എന്ന് പറയുന്നത് നമ്മുടെ ഇസ്ലാമിക നിയമപ്രകാരം ആർക്കാ ചെയ്യേണ്ടത്? സമ്പത്തും സമയവും ആരോഗ്യവും വഴിയും ഒക്കെ നേരായ ഒരാൾക്കാണ്. നിങ്ങളെ ഹജ്ജ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് മെമ്പറാകാൻ പറ്റില്ല. ഹജ്ജ് ചെയ്യുന്നതിന് ഇങ്ങനെ ചില നിയമങ്ങളില്ലേ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. കാരണം അമെൻമെന്റ് ഉണ്ടാക്കിയത് അത്തരത്തിലുള്ള ഒരു നിയമം വെച്ചിട്ടല്ല, ഒരു ബേസിക് നിയമം വെച്ചിട്ടല്ലല്ലോ ഈ ഒരു നിയമം ഉണ്ടാക്കിയത്. അവിടെ 2 അമുസ്ലിം വേണം. ഉള്ള മുസ്ലിങ്ങൾക്ക് തന്നെ 5 കൊല്ലം വഖത്ത് തെറ്റാണ്ട് നിസ്കരിച്ച ഒരാളായിരിക്കണം, ജുമാ കൃത്യമായി പരിപാലിക്കുന്ന ഒരാളായിരിക്കണം. ആരാ സർട്ടിഫിക്കറ്റ്? നൗദുബില്ല, ഒരുപാട് കാര്യങ്ങൾ പറയുവാനുണ്ട്, വിളിച്ചു നോക്കുന്നുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല ശത്രുക്കളുടെ മഹാകാപട്യത്തിൽ നിന്നും കളവിൽ നിന്നും നമ്മളെ രക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ ഖാതമിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യുഹന്നാസ് തഖ്വല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദരരെ, പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ സമൂഹത്തില് മൊത്തത്തിൽ തന്നെ ഒരുപാട് വിപത്തുകൾ ഇങ്ങനെ പടർന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മദ്യപാനം, പുകവലി, ലഹരി തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ യുവതലമുറയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഈ യുവതലമുറയൊന്നും രക്ഷിക്കുവാനോ അതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം നടത്തുവാനോ മിനിമം അത്തരത്തില് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന ഈ മദ്യ ലഹരി മാഫിയക്കെതിരെ എന്തെങ്കിലും ഒരു ചെറുവില നടത്തുവാനോ പുതിയ അമെൻമെന്റുകളൊന്നുമില്ല. ഇവിടെ സത്യം പറയുന്ന മൂസയെ വധിക്കുവാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ച ഇബ്രാഹിമിനെ തീക്കൊണ്ടാട്ടത്തിന് വിടുവാനുള്ള അമെൻമെന്റുകൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ
നമ്മളൊന്ന് ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. നമ്മുടെ കൊച്ചുമക്കൾ മിഠായി മുതൽ ഉണഞ്ഞുകൊണ്ടിരിക്കുകയാണ് പല ലഹരി വസ്തുക്കളും. അവർക്കത് കാണുന്ന സമയത്ത് അതിനോട് വല്ലാത്ത അഡിക്ഷൻ ഉണ്ടെങ്കിൽ മനസ്സിലാക്കണം, അതിന് ചെറിയതും വലുതുമായ രീതിയിൽ ലഹരി പദാർത്ഥങ്ങൾ കടത്തുന്നുണ്ട്. അതായത് നമ്മുടെ മക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷിക്കുമാറാകട്ടെ.